നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ലോ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കൈരളിയും ദേശാഭിമാനിയും. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ, അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്ത ആളാണ്. പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ്, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സജീവമാണ്. എന്താണ് നിലപാട്? ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ. അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ, പാർട്ടി നേതൃത്വം യുനാനിമസ് ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ, ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു, ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ്. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റിനോട് എന്നോട് ഞാൻ പറയാൻ പാടില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യമായിരിക്കുമല്ലോ കൊടുക്കുന്നത്, പ്രത്യേകിച്ച് കൈരളിയും ദേശാഭിമാനിയും.